ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഹരിയാലി ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ പിന്നെ വേഗം തന്നെ നമ്മുടെ ഹരിയാലി ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കനാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ സബോള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. വലിയ സബോള കൊണ്ടാണ് ഒന്ന് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മല്ലിയിലയും പുതിനയിലയാണ്. അപ്പോൾ മല്ലിയില ഞാൻ 1 കപ്പ് മല്ലിയില ആട്ടോ എടുത്തേക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുതിനയിലയാണ് വേണ്ടത്. 1/2 കപ്പ് മതി. അപ്പോൾ പുതിനയില ഒരുപാട് കൂടി പോകണ്ട. ഇനി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഞാനിവിടെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്തത് കൊണ്ടാണ് ഇത്രയും പച്ചമുളക് എടുത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പാട്ടോ വേണ്ടത്. ഇപ്പോൾ ഒരു 5 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല ഫൈൻ പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം കുറച്ച് ബട്ടർ ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ ആ ബട്ടറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. മെൽറ്റായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന സബോളയില്ലേ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കളറൊക്കെ ചേഞ്ചായി നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അധികം മല്ലിപ്പൊടി ഒന്നും ആവശ്യമില്ല, ഇത്രയും തന്നെ ധാരാളമാണ്. അപ്പോൾ ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ബട്ടർ നന്നായിട്ട് ചൂടായി വരുന്ന സമയം, അതായത് ആദ്യത്തെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റ് നേരം മാത്രം മതിയാകും. അത്രയും സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് അതിൽ പിടിച്ച് വരും. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ വെന്ത് വരുമ്പം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ചിക്കൻ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് ചിക്കനകത്തെ വെള്ളമൊക്കെ പയ്യെ ഇറങ്ങി വരും. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ, മല്ലിയിലയുടെയും പുതിനയിലയുടെയൊക്കെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ മിക്സിയുടെ ജാറിനകത്ത് ഒഴിച്ച് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് കുക്ക് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ആ മല്ലിയിലയുടെയും പുതിനയിലയുടെയൊക്കെ നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ജീരകമാണ് ചേർത്തെടുക്കുന്നത്. 1/2 ടീസ്പൂൺ നിറച്ച് ഞാൻ എടുത്തിട്ടില്ല. വറുത്ത് പൊടിച്ച ജീരകമാട്ടോ, നമ്മുടെ കുഞ്ഞു ജീരകമില്ലേ അതാണ് ചേർത്തെടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ജീരകം ഞാൻ 1/2 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കണം, വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ നിറച്ചില്ല, കുറച്ച് മാത്രം മതിയാകും. ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. നമ്മളുടെ ചാറിനനുസരിച്ച് വേണം കേട്ടോ ഇതെടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് കുറച്ച് ചാറ് മതിയെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. പിന്നെ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ അതനുസരിച്ച് എടുക്കാം കേട്ടോ.
ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, കുറച്ചും കൂടെ കുറുകിയിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇനിയും നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഉലുവയുടെ ഇലയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അതും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബട്ടറും കൂടാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതാകുമ്പം കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മുടെ കറി കുറുകി വരും. നല്ല സൂപ്പർ കറി കേട്ടോ. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക്. നമ്മളുടെ ആ മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടെ സൂപ്പറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. ഇന്നത്തെ നമ്മുടെ ഈ ചിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.